നിങ്ങൾക്ക് നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് അല്ലെ കാമുകയില്ലാതെ, നിങ്ങളുടെ ഫ്രണ്ട്സ് ഇല്ലാതെ ഒറ്റയ്ക്ക് ബീച്ചിൽ പോകാൻ പറ്റും. പക്ഷേ എനിക്ക് പറ്റും. ഞാനിപ്പോൾ എന്താണ്ട് കൊല്ലം ബീച്ചിലാണ് ഒറ്റയ്ക്ക്. ഹലോ ഗൈസ്, ഗൂഗിൾ മീഡിയ കൊട്ടാരക്കര എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കൊല്ലം ബീച്ചിലേക്കാണ് പോകുന്നത്. അവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ചിലരൊക്കെ വിചാരിക്കും ഞങ്ങളെന്താ ബീച്ചൊന്നും കാണാത്തവരാണോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല ഗൈസ്, ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാണ്. ഇപ്പോൾ കൊല്ലം വെച്ചൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ കുറച്ച് ടൈം ഉണ്ടായതുകൊണ്ട് ജസ്റ്റ് കൊല്ലം ബീച്ചൊന്ന് വന്ന് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു വന്നതാണ്. ഏകദേശം 2.5 കിലോമീറ്റർ നടന്നിട്ടാണ് കൊല്ലം ബീച്ചിലേക്ക് എത്തിയത്. വന്നുടനെ ആണ്ട് ഷൂ ഒക്കെ ഊരി വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ സോക്സൊക്കെ അഴിച്ച് മാറ്റിയിട്ട് കടലിലൊക്കെ ഒന്ന് ഇറങ്ങാൻ. കടൽ കാണാൻ വന്നിട്ട് കടലിലൊന്ന് കാലനക്കാതെ പോകുന്നത് ശരിയല്ല. നല്ല തിരമാല അടിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നല്ല വെയിലും ഉണ്ട്. പക്ഷേ നമ്മൾ ഈ തീരത്ത് വന്നിരിക്കുമ്പോൾ നല്ല കാറ്റടിക്കുന്നുണ്ട്. നല്ല കാറ്റുണ്ടായതുകൊണ്ട് വെയിലിൻ്റെ ചൂട് അങ്ങനെ അറിയാനില്ല. ആഹാ, ഈ ചൂട് ടൈമിൽ ഈ കാല് നനയുന്നതെന്ന് വെച്ചാൽ നല്ലൊരു ആശ്വാസമാണ്. അങ്ങനെ കടലൊക്കെ കണ്ട് തിരയൊക്കെ എണ്ണി നിന്നപ്പോഴാണ് ഒരു അഭിരാമി എന്നൊരു പെൺകുട്ടി വന്നതിൻ്റെ അടുത്ത് കുറച്ച് അത്തർ പരിചയപ്പെടുത്തുന്നത്. ഇതുകൊണ്ട് പോകുന്നില്ലേ ആ പെൺകുട്ടി വന്നിട്ട് 2-3 അത്തർ എൻ്റെ കയ്യിൽ തേച്ച് തന്നിട്ട് പറഞ്ഞു നല്ല സാധനമാണ്, വിലക്കുറവാണ്, കമ്പനി പ്രോഡക്റ്റാണൊക്കെ. അപ്പം ഞാൻ ആദ്യം വേണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ളത് കൊണ്ടും പിന്നെ നല്ല സ്മെല്ലാണ്. അപ്പോൾ അതുകൊണ്ടും ഞാൻ എന്തായാലും ഒരെണ്ണം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അതിലിങ്ങനെ നിൽക്കാതെ കുറച്ച് നേരം അവിടെ പോയി ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ കടലിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പം തന്നെ ഓരോ തിരമാലകൾ വന്ന് നമ്മുടെ കാലിലടിക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു ആശ്വാസമാണ് കേട്ടോ. ഈ ചൂട് സമയത്ത് നമ്മളിങ്ങനെ പോകുമ്പോൾ കാല് നനയാന്ന് വെച്ചാൽ നല്ലൊരു ആശ്വാസം തന്നെ കിട്ടും. അങ്ങനെ മുന്നോട്ടിങ്ങനെ നടന്ന് പോയതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പോൾ ഈ പാട്ട് ഓർമ്മ വന്നു. പിന്നോട്ട് നോക്കാതെ പോകുന്നു നീ. ഇതിൻ്റെ കാൽപാദങ്ങളാണ്. നമ്മളൊക്കെ എത്ര മുന്നോട്ട് പോയാലും ഒരു സമയത്ത് എന്തായാലും ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കണം. നമ്മൾ വന്ന പഴയ വഴികളിലൂടെ. നമ്മളെ മലയാളികൾക്കുള്ള ഒരു സ്വഭാവമാണ് കടൽ തീരം കണ്ടാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതി വെക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പേര് നല്ല മലയാളത്തിൽ അങ്ങ് എഴുതി വെച്ചു. പേര് എഴുതി വെക്കേണ്ട താമസം അവിടെ തിരമാല വന്ന് അവിടെ പേരിട്ടു. ആദ്യം ജസ്റ്റ് പകുതി എടുത്തിട്ടുണ്ടെങ്കിലും അടുത്ത ഒരു യമണ്ടൻ തിരമാല വന്നിട്ട് എടുത്ത് പേരും എഴുതി വായിച്ചുകൊണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വന്നാലുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എന്തേലും വിഷമം മനസ്സിൽ തട്ടി കിടപ്പുണ്ടെങ്കിൽ ഈ കടലിനോട് പറഞ്ഞ് ഈ തിരമാലയിൽ അങ്ങ് ഒഴുക്കി അങ്ങ് കളഞ്ഞേക്കണം. എന്നിട്ട് നല്ല പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് മുന്നോട്ടങ്ങ് പോയേക്കുക. വന്നപ്പോൾ ഉള്ളതിനൊക്കെ നല്ല തിരമാല ഇപ്പോൾ അടിക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ കടൽ കയറിയതുണ്ട്. അപ്പോൾ അതിൻ്റെ സുരക്ഷിതവും കാര്യങ്ങളൊക്കെ ഗാർഡ്സൊക്കെ അവിടെ നിൽപ്പുണ്ട്. അത് മാത്രമല്ല നല്ല കാറ്റടിക്കുന്നതുകൊണ്ട് ആ മാനത്തോട്ട് നോക്കിയപ്പം ഇഷ്ടംപോലെ പട്ടങ്ങൾ അവിടെ കിടന്ന് പറക്കുന്നുണ്ട്. ഞാൻ മാനത്തോട്ട് നോക്കി നിന്നപ്പോൾ ഒരെണ്ണം വന്നിട്ട് മോനെ പട്ടം വേണോ, 50 രൂപയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ പൊന്നെണ്ണ എനിക്ക് വേണ്ട, ഞാൻ ഒറ്റയ്ക്കാണ് വന്നേ. പട്ടമൊക്കെ പറത്തുന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് വന്നിട്ട് പട്ടം പറക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. പിന്നെ ചുറ്റുപാടിലുള്ള ഭംഗിയുള്ള നല്ല നല്ല കാഴ്ചകൾ എൻ്റെ മൊബൈലിലാണ്.
വലിയ HD ക്ലാരിറ്റി ഇല്ലെങ്കിൽ അത്യാവശ്യം വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. എൻ്റെ കൺമുമ്പിൽ കണ്ട ഭംഗിയുള്ള കാഴ്ചകളെല്ലാം ഞാൻ നല്ല രീതിയിൽ ആസ്വദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടുമെന്ന് പ്രതീക്ഷ നടക്കുന്ന ഒരു പ്രാവ്, ആകാശത്ത് കാറ്റിൻ്റെ ദിശ എറിഞ്ഞ് കിടന്ന് പറക്കുന്ന പട്ടങ്ങൾ, പിന്നെ വേറൊരാൾ കുറേ നേരം കൊണ്ട് കടൽ നോക്കിയിരിപ്പുണ്ട്, ഒരു നായ. നമ്മളിങ്ങനെ ഫോണും മാത്രം നോക്കിയിരിക്കാതെ വല്ലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആസ്വദിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് ഒരു കടല വാങ്ങിച്ചു, മസാലയൊക്കെ ഇട്ടുള്ള നല്ലൊരു കടല വാങ്ങിച്ചു. അതും കഴിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് അവിടെ ചുറ്റുപാടിലുള്ള നല്ല നല്ല കാഴ്ചകളെല്ലാം ഞാൻ ഇങ്ങനെ ഇരുന്ന് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതും കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ഫ്രണ്ടിലൊരു കപ്പിൾസ് വന്നിരുന്നത്. അവർക്ക് ഫ്രണ്ടിൽ കുറച്ച് ദൂരെയായിട്ട് ഒരു കൈനോട്ടക്കാർ ഒരു തത്തയായിട്ടൊക്കെ വന്നിരിപ്പുണ്ട്. ആരെങ്കിലുമൊക്കെ വരുമെന്ന് പ്രതീക്ഷിച്ചു. പിന്നെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഫാമിലിയൊക്കെ ഉണ്ട്. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഒരാൾ എനിക്ക് ചുറ്റും കിടന്ന് കറങ്ങുന്നത്, ഒരു പ്രാവ്. പക്ഷെ എന്നിട്ടാണെന്ന് മനസ്സിലാക്കിയോണ്ട് ഞാൻ ഒരു കടല അതിനെടുത്തിട്ട് കൊടുത്തു. അപ്പോൾ അതും കൊത്തി തിന്നിട്ട് അവിടെ കുറച്ച് നേരം കറങ്ങി നിന്നിട്ട് ആൾ നല്ല ഹാപ്പി ആയിട്ട് പോയി. പിന്നെയും തിരമാലകളൊക്കെ കൂടി കടലിങ്ങനെ കയറിക്കൊണ്ടിരുന്നു. അതേപോലെ തന്നെ നേരം വൈകിക്കൊണ്ടിരുന്നു. ആണ് നോക്കിയപ്പോൾ റോഡ് സൈഡിൽ വലിയൊരു ശില്പം ഇരിക്കുന്നത്. അത് പണ്ട് തൊട്ടേ ഉള്ളതാണ്. ഈ കാണുന്നതെന്ന് വെച്ചാൽ പഴയൊരു പാർക്കാണ്, ഗാന്ധി പാർക്കാണ്. ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല. അത് പ്രവർത്തിക്കുന്ന ടൈമിലാണെങ്കിൽ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ കുറച്ച് നേരം ഫുട്പാത്തിലൂടെ നടന്നതിന് ശേഷം ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. 2 മുളക് ബജ്ജിയും ഒരു മുട്ട ബജ്ജിയും പറഞ്ഞ് ഒരു ചായ. ഞാൻ പിന്നെ ഇവിടുത്തെ പാട്ടൊക്കെ കേട്ട് നല്ല ആസ്വദിച്ചായിട്ട് അതങ്ങ് കഴിച്ചു. ബജ്ജിയുടെ കൂടെ കിട്ടിയ സോസ് അല്ലായിരുന്നു, അവർ പ്രത്യേകം തയ്യാറാക്കിയ ഒരു മുളകിൻ്റെ ഒരു ചട്നിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല എരിവും ഉണ്ടായിരുന്നു. നേരെ ഇങ്ങനെ വൈകുന്നുണ്ട്, അതേപോലെ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാറാണ്. എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമായിരുന്നു അന്ന് ഒറ്റയ്ക്ക് വന്നതെന്ന് തോന്നുന്നു. ചുറ്റും നോക്കിയപ്പോഴെല്ലാം ഫ്രണ്ട്സുമായിട്ട് വരുന്നവർ, ഫാമിലിയായിട്ട് വരുന്നവർ, അവരുടെ കാമുകിയായിട്ട് ഗേൾ ഫ്രണ്ടുമായിട്ടൊക്കെ വരുന്നവരെയാണ് ഞാൻ ചുറ്റി കാണുന്നത്. അപ്പോൾ ഞാൻ മാത്രം ഒറ്റയ്ക്ക് അവിടെ നിന്ന് നോക്കിയിരിക്കുകയാണ്. പിന്നെ അങ്ങനെ നോക്കി ഇരുന്ന് സൂര്യൻ അങ്ങ് അസ്തമിച്ചു. അപ്പോഴത്തേക്കും ഏകദേശം ഇരുട്ടാവാറായി. അവിടെ ആകാശം നോക്കിയപ്പോൾ നിറയെ പട്ടങ്ങളാണ്. വന്നതിനേക്കാൾ ഇരട്ടി പട്ടങ്ങൾ താണ്ട് ആകാശത്ത് കിടന്ന് പറക്കുന്നത്. അതേപോലെ തന്നെ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ തെളിയിച്ചു തുടങ്ങി. അങ്ങനെ ഇരുട്ടിലേക്ക് ഇന്നത്തെ ഓരോ ദിവസം പോവുകയാണ്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ടൈമിൽ ആൾക്കാർ കൂടിക്കൂടി വരുന്നുണ്ട് ഇവിടെ. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ജോലി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു വൈകിട്ട് അല്ലെങ്കിൽ ഒരു നൈറ്റ് ടൈമിലാണ് ഇവിടെ ഫാമിലിയായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനായിട്ട് വരുന്നത്. ഇന്നത്തെ ദിവസത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുമാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തുകൂടി എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.